സംസ്ഥാനത്ത് SSLC +2 പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. പരീക്ഷ അവസാനിക്കുന്ന ദിവസത്തെ ആഘോഷങ്ങൾക്ക് ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് കർശന നിയന്ത്രണം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള കൂട്ടത്തല്ലുകൾ, അതിക്രമങ്ങൾ, ആ ഒരു സാഹചര്യത്തിലാണ്, അങ്ങനെ ഉണ്ടായിട്ടുള്ള പരാതികളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ആഘോഷ പരിപാടികളൊന്നും വേണ്ട എന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. പാലക്കാട് മോയൻ സ്കൂളിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും, തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് മീര മനോഹരനും, തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും, കണ്ണൂർ പാനൂരിൽ നിന്ന് നിഖിൽ എളവൂറുമാണ് ഇപ്പോൾ ചേരുന്നത്. ആദ്യം മോൻ സ്കൂളിലേക്ക് പോകാം നമുക്ക്. അവിടെ പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ പരീക്ഷ എഴുതി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും പരീക്ഷയെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതിലുപരി അടുത്ത വെക്കേഷനൊക്കെ എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്? എന്താണ് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പ്രസാദ്? ലക്ഷ്മി, പരീക്ഷ കഴിഞ്ഞ് കുട്ടികളൊക്കെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു മോയൻ സ്കൂളിലെ കാഴ്ചയല്ല. ഇന്നലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് ആഘോഷ പരിപാടികളൊന്നും തന്നെ പാടില്ല എന്നുള്ളതാണ്. എന്നാലും നമുക്ക് അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ടുവരാൻ രക്ഷിതാക്കൾ ഇവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പരിപാടികളും പാടില്ല എന്നുള്ള. എന്തായാലും എങ്ങനെയുണ്ട്, ആദ്യം ചോദിക്കട്ടെ, പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നു, കുഴപ്പമില്ല, എഴുതാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇവിടെ പറയായിരുന്നു, സാധാരണഗതിയിൽ നമ്മൾ മോയൻസിൽ 10ാം ക്ലാസ് പരീക്ഷ കഴിയുമ്പോൾ ഇവിടെ കുട്ടികളുടെ ഒക്കെ വലിയ ആഘോഷവും സന്തോഷമൊക്കെ ആയിരിക്കും. ഇന്ന് കുറച്ച് സൈലന്റ് ആണല്ലോ. ചെയ്യാൻ പാടില്ല ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ അനുസരിക്കുന്നു. രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ടോ അവിടെ? എന്താണ് നിങ്ങളുടെ ഈ വെക്കേഷൻ സമയത്ത്, റിസൾട്ട് വരാനുള്ള സമയത്ത് എന്താ പരിപാടികളുണ്ടാവും? വരയ്ക്കുക, ഫോൺ നോക്കുക, ലക്ഷ്മിയുടെയും ഒരുപാട് കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോ സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു, അത് വലിയ ആഘോഷ പരിപാടികളൊന്നും പാടില്ല എന്ന്. വിഷമമുണ്ടോ? ഇല്ല, ഇന്ന് നേരെ വീട്ടിൽ പോകും, ഇനി വെക്കേഷൻ അടിച്ചു പൊളിക്കും. അടിപൊളിയായിരുന്നു എക്സാം, നല്ല ഈസി ആയിരുന്നു, പഠിച്ചതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ ആണ് ലക്ഷ്മി. കുട്ടികളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ രക്ഷിതാക്കളൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നേരത്തെ പറയുന്നത് പോലെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി ഇന്നലെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ ഇറങ്ങിയിട്ടുള്ളത്. അതിനകത്ത് പറയുന്നത് രക്ഷിതാക്കൾ വലിയ തോതിൽ ആഘോഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ്. സാധാരണ മോയൻ സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ 778 കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതിയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്ന കുട്ടികളിൽ ഒന്ന് മോയൻ സ്കൂളാണ്, മറ്റൊന്ന് തിരുവനന്തപുരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പരീക്ഷ കഴിയുമ്പോൾ വലിയ ആഘോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്ത് പറയുന്നു? ലൈഫ് സൂപ്പർ ആയിരുന്നു, ലൈഫൊക്കെ സെറ്റ് ആയിരുന്നു. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അവരെ പിരിയുമ്പോൾ നല്ല വിഷമമുണ്ട്. എന്നാലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും, ലൈഫ് ലോങ് ഒരുമിച്ചായിരിക്കും. പ്ലസ് വണ്ണിലേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ, അതുകൊണ്ട് എല്ലാവരും ഡിഫറെന്റ് കോഴ്സ് ആണ്. എന്നാലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അതാണ് ലക്ഷ്മി ഇവിടുന്ന് പറയുന്ന ഒരു കാഴ്ച. എന്തായാലും ഇവിടെ നമുക്ക് ഈ കുട്ടികളുടെ സന്തോഷവും ആഘോഷവും ഒക്കെ കാണുമ്പോൾ തന്നെ കാണാവുന്നതാണ്. അത്രയേറെ 10ാം ക്ലാസ് കഴിഞ്ഞതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലേക്കും അതോടൊപ്പം തന്നെ സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ എന്തായാലും സർക്കാരിൻ്റെ ഒരു ഉത്തരവുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ അതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് രക്ഷിതാക്കളോടൊപ്പം പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇവിടെ എല്ലാം രക്ഷിതാക്കളോടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്, മക്കളെ കാത്തു നിൽക്കുന്നുണ്ട്. അവരെല്ലാം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് കുട്ടികളെല്ലാം പോകും. ഇവരെല്ലാം കയ്യിൽ ഒരു പേപ്പറുണ്ട്. ഈ പേപ്പർ എന്ന് പറയുന്നത് ഈ സ്കൂളിൻ്റെ ഇവിടുത്തെ ഒരു വർഷത്തെ അവരുടെ പഠന പ്രവർത്തനങ്ങളുടെ എല്ലാം കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഒരു പത്രമാണ്. ആ പത്രമാണ് ഈ കുട്ടികൾക്കെല്ലാം കൊടുത്തുവിടുന്നത്. എന്തായാലും ലൈഫ് ലോങ് ഒരുമിച്ച് കാണും എന്നാണ് പറയുന്നത്. വളരെ സന്തോഷത്തോടെയുള്ള ദൃശ്യങ്ങളാണ്. അവരുടെ ഉറപ്പായിട്ടും കുറേ പേർക്കെങ്കിലും ഒക്കെ പിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വരും. പക്ഷേ ആ സൗഹൃദം അത് അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്.